ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെയിം ടൈപ്പ് പ്രോബ്ലം ആണെങ്കിൽ അതിൽ ഒന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. രണ്ടാമത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഒരേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കർവ് y ഈക്വൽ ടു x² - 6x + 8 0 < x < 3 ആൻഡ് ദ x ആക്സിസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x² - 6x + 8 ആണ്. ഓക്കെ, ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ലാത്തവരൊന്നുമില്ലല്ലോ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. x² - 6x + 8 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം ആഡ് ചെയ്താൽ -6ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് നോക്കിയാൽ മതി. -4ഉം -2ഉം അല്ലേ? -4 × -2 8ഉം വരും. -4 - 2 എന്ന് പറഞ്ഞാൽ -6ഉം വരും. അങ്ങനെയാണ് ഈ രണ്ട് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് ഇത് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന f(x)നെ ഫാക്ടറൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇൻ്റർവെൽ നോക്കുക, 0 to 3 ആണ്. നിങ്ങൾ നോക്കി 0 മുതൽ 2 വരെ എന്നും 2 മുതൽ 3 വരെ എന്നും സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. 0ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ് നമ്മളുടെ എക്സിൻ്റെ വാല്യൂസ് എങ്കിൽ 0ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ 0ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 0യോ അല്ലെങ്കിൽ 2ഓ, നിങ്ങൾ 2ഓ അതിൻ്റെ ഇടയ്ക്ക് ഏത് വാല്യൂസ് എടുത്താലും അതിൻ്റെ അകത്ത് നിന്ന് 4 കുറച്ചാൽ ഇത് നെഗറ്റീവ് അല്ലേ? ഒരു 2 എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 1 എടുത്ത് നോക്കുക. 0ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഏത് നമ്പർ എടുത്താലും അതിൻ്റെ അകത്ത് നിന്ന് 4 കുറച്ചത് നെഗറ്റീവ് അല്ലേ? ഇതോ നെഗറ്റീവ് അല്ലേ വരിക? അപ്പം നെഗറ്റീവിൻ്റെ നെഗറ്റീവ് f(x) പോസിറ്റീവ് ആവും എപ്പോഴും 0ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണെങ്കിലോ. ഇനി 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണെങ്കിലോ, 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവാണ് വരിക, പക്ഷേ ഇത് പോസിറ്റീവ് ആവും. 2ൻ്റെക്കാൾ വലുതല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നെഗറ്റീവ് ആവും എപ്പോഴും. f(x) എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണെങ്കിലും. അപ്പോൾ നമ്മളുടെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഇതെങ്ങനെ എഴുതി വെക്കുന്നതിൽ കൺഫ്യൂഷൻ ആവണ്ടേ? അത് അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ വരിക? ഇവിടെ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റുക 0 to 2 f(x) dx - 3 to 2 f(x) dx എന്ന് വരും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാതെ ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ആൻസർ 22/3 കിട്ടുന്നുണ്ടോ നോക്കുക. v equal to 4t - 2t². If the object is at x equal to 1 at t equal to 0, where is it at t equal to 4? How far has it travelled? കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചെയ്യാനും പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിൻ്റെ തൊട്ട് പുറകിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ മാതിരി തന്നെയാണ്. ചെയ്ത് നോക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാം. How far does the object travel between t equal to 1 and t equal to 10? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അത് ഇൻ്റഗ്രൽ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ നമ്മളെ ഫംഗ്ഷനായിട്ട് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ, t equal to 1 to 10. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എഴുതുക, ഹാൻസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ. ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b v dt ഇതാണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുക 1 to 10. v എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ് കൊടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ആൻസർ വരുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, സെയിം ടൈപ്പ് ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് നിങ്ങൾ ഹോംവർക്കാണ്, ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ ദ എക്സ് ആക്സിസ്. ഇനി ഈ രീതിയിൽ ചോദിച്ചാലോ ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഹാസ് വെലോസിറ്റി v തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് അറ്റ് ടൈം t. ഹൗ ഫാർ ഡസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡെഫിനിറ്റ് എന്താണ്, ഇൻഡെഫിനിറ്റ് എന്താണെന്ന്. അതായത് നമ്മളൊരു ഇൻ്റഗ്രലിന് നമ്മൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ സ്മോൾ f(x) എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ f(x) ഒക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ f(x) ഈക്വൽ ടു ഇൻ്റഗ്രൽ f(x) dx എന്ന് എഴുതാം. ഇങ്ങനെ ലിമിറ്റ് ഇല്ലാതെ എഴുതുന്ന ഇൻ്റഗ്രലിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതേ ഇൻ്റഗ്രലിനെ ലിമിറ്റോട് കൂടി ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ a to b f(x) dx വിത്ത് ദ എൻഡ് പോയിൻറ്റ് സ്പെസിഫൈഡ്. അതിൻ്റെ എൻഡ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രൽ എന്താണ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എക്സിലുള്ള അല്ലെങ്കിൽ ഒരു വാരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക, ശരിയല്ലേ? എന്നാൽ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് വാല്യൂ ആണ് കിട്ടുക, എന്തെങ്കിലും ഒരു നമ്പർ വാല്യൂ ആണ് കിട്ടുക, ശരിയല്ലേ? അതാണ് ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. എന്താണ്? ലിമിറ്റ് ഇല്ല,
ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്, അതിന് ലിമിറ്റ് ഉണ്ടാവും. അത് ഇവാലുവേറ്റ് ചെയ്താൽ ഒരു ഫിക്സഡ് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ അതിനൊരു എക്സാമ്പിൾ നോക്കുക. എന്താ പറയുന്നത്? ഈ ഒരു ഇൻ്റഗ്രൽ നോക്കാം. ഇവിടെ ലിമിറ്റ് തന്നിട്ടില്ല, ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ടിയിലുള്ള ഒരു ഫംഗ്ഷനും ലാസ്റ്റ് ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റും കിട്ടും. അതല്ല ലിമിറ്റ് തന്നിട്ടുള്ളതാണെങ്കിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്താൽ ഫൈനലി എന്താ ചെയ്യുക? എന്താ കിട്ടുക? അപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രലിനെ ലിമിറ്റ് കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/2 ആണ്. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡെഫിനിഷനും പറഞ്ഞു, അതിനൊരു എക്സാമ്പിളും പറഞ്ഞു. ആ എക്സാമ്പിൾ പറയുമ്പോൾ നോക്കണേ, നിങ്ങളാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഞാനത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇതിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ 1/2 കൊടുത്തു. ഇനി ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാത്രം, ഇൻ്റഗ്രൽ കാണാൻ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് ടിയിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അതാണ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. കൺഫ്യൂഷനൊന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കണം, കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സം റൂൾ എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ a to b f(x) + g(x) എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ f(x) + ഇൻ്റഗ്രൽ g(x) ആണ് സം റൂൾ. ഇനി ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് എടുത്ത് ഇൻ്റഗ്രൽ എന്ന് എഴുതാം. ശരിയല്ലേ? ഇൻ്റഗ്രൽ a to b c f(x) dx എന്ന് പറയുന്നത് c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f(x) dx ആണ്. c ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? a < b c ആണെങ്കിൽ ഇൻ്റഗ്രൽ a to c f(x) dxനെ നമുക്ക് എങ്ങനെ എഴുതാം? a to b f(x) dx + b to c f(x) dx എന്ന് എഴുതാം. അതാണ് പറഞ്ഞത്. എൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് ഒരു ബി എടുത്താൽ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ബി വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. a to b + b to c. ഓക്കെ ആണോ? അടുത്തത് f(x) = c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളുടെ ഇൻ്റഗ്രൽ എന്താ വരിക? ഇൻ്റഗ്രൽ a to b f(x) dx = എന്താ വരിക? അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ a to b c dx എന്ന് പറയും. അപ്പോൾ c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇൻ്റഗ്രൽ ഉണ്ടാവുക x ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു c ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? b മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? a. അങ്ങനെയാണ് c ഇൻറ്റു b മൈനസ് a എന്ന് വരുന്നത്. ഓക്കെ ആണോ? ലാസ്റ്റ് f(x) < g(x) ആണ്. ഫോർ ഓൾ x സാറ്റിസ്ഫൈങ് a < x < b, then integral a to b f(x) dx is also < integral a to b g(x) dx. ഫംഗ്ഷൻ്റെ റിലേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രലും അങ്ങനെ തന്നെയായിരിക്കും. f(x) < g(x) ആണെങ്കിൽ ഇൻ്റഗ്രൽ f(x) dx < ഇൻ്റഗ്രൽ g(x) dx ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു റിമാർക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ a to b f(x) dx എന്നുള്ളത് നമ്മൾ എന്താ സാധാരണ പറയുക? f(b - f(a). ഇവിടെ a < b ആണെങ്കിൽ, ഇനി a ആണ് വലുതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ a to b f(x) dxനെ എങ്ങനെ എഴുതാം? ഇവിടെ a ആണ്, ലോവർ ലിമിറ്റ് ആണ് വലുതെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഇൻ്റഗ്രൽ b to a f(x) dx ആയിരിക്കും. എപ്പോഴാണിത്? b < a ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി എയും ബിയും ഈക്വൽ ആണെങ്കിലോ ഇൻ്റഗ്രൽ a to a f(x) dx എന്ന് പറയുന്നത് 0-ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ 1-2 പ്രോബ്ലംസ് ആണ്. assuming that f and g have antiderivatives, prove that integral a to b f(x) plus g(x) dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ f(x) dx plus ഇൻ്റഗ്രൽ g(x) dx ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ നടത്തുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എഫിനും ജിനും ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇൻ്റഗ്രൽ f(x) plus g(x) ഇൻ്റഗ്രൽ f(x) plus ഇൻ്റഗ്രൽ g(x) ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ നൊട്ടേഷൻ സ്മോളും ക്യാപിറ്റലും ആയിട്ടാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണേ. നമ്മൾ സ്മോൾ എഫിൻ്റെ ഇൻ്റഗ്രലായിട്ട് ക്യാപിറ്റൽ എഫ് എടുത്തു, ആൻറ്റി ഡെറിവേറ്റീവ്. ഓക്കെ, ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫും ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ ജിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? f' എന്ന് പറയുന്നത് സ്മോൾ f(x) ആയിരിക്കും, ക്യാപിറ്റൽ g' എന്ന് പറയുന്നത് g(x) ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നോക്കണേ, d/dx ഓഫ് ഡിഫറൻസിയേഷൻ്റെ സം റൂൾ പ്രകാരം d/dx ഓഫ് f(x) പ്ലസ് g(x) എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിൻ്റെ സം റൂള് ഡെറിവേറ്റീവ് ഓഫ് f(x) പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് g(x) എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി d/dx ഓഫ് f(x) എന്ന് പറഞ്ഞാൽ f'(x), ഡെറിവേറ്റീവ് ഓഫ് g(x) എന്ന് പറഞ്ഞാൽ g'(x) എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ശരിയല്ലേ?
ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എഫ് ഓഫ് എക്സ്. ഓക്കെ. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ജി ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് പറയാം? ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൂടെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതായിരിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ ആണോ? ഇവിടെ ലിമിറ്റ് കൊടുക്കുക എ ടു ബി. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ബി എന്നും മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ എന്നും വരും. എന്നിട്ട് എന്ത് ചെയ്യാം? എഫിൻ്റെ ടേംസിന് ഒരുമിച്ചും ജിയുടെ ടേംസിന് ഒരുമിച്ച് എടുക്കുക. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. ഓക്കെ ആണോ? എഫിനെ ഒരു സൈഡിലേക്കാക്കി, ജിനെ ഒരു സൈഡിലേക്കാക്കി. ഇനി ഇത് നോക്കിയേ, ഇത് നമുക്ക് നേരെ റിവേഴ്സിലേക്ക് എടുത്തുകൂടെ? എഫ് ഓഫ് എക്സ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, ഇതിന് ലിമിറ്റ് കൊടുത്താൽ ഇത് തന്നെയല്ലേ വരിക? ഇതിനെ റിവേഴ്സ് എടുക്കുക. ജി ഓഫ് എക്സ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആക്കി എഴുതുക. ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് എന്താ ശരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? സ്മോൾ എഫ് ഓഫ് എക്സ്. ഓക്കെ അല്ലേ? ഇതെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത തിയറം നോക്കുക. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് നോക്കണേ. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് വേർഷനാണ് പറയുന്നത്. If f is continuous on closed interval a b, then d by dx of integral a to x f of s ds എന്ന് പറയുന്നത് f of x ഈക്വൽ ആയിരിക്കും. നോക്കുക, ഡെറിവേറ്റീവും ഇൻ്റഗ്രലും ഒരുമിച്ച് വന്നാൽ എന്താവും? ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കുക. ഇതിൻ്റെ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. എഫ് കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുക. അതിനുശേഷം സ്മോൾ എഫിന് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നെടുക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. ക്യാപിറ്റൽ എഫ് എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്, ഇൻ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എസ്. സ്മോൾ എഫ് ഓഫ് എസിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ലിമിറ്റ് കൊടുക്കുക എ ടു എക്സ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എഫ് ഓഫ് എക്സ്, ലോവർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താവുന്നത്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഇനി നമ്മളുടെ തിയറത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് എന്താ വരിക? ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് വരും. റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എ എന്ന് വരിക. വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ ചെയ്യുമ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആയിപ്പോൾ ഈ ഒരു ടേം ഉണ്ടാവില്ല. അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് എടുത്തത്? സ്മോൾ എഫ് ഓഫ് എക്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രൂഫ് കിട്ടിയില്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.